തൊയ്ബ ചാനലിൽ ഇന്ന് നമുക്ക് കൂടെ അതിഥിയായിട്ടുള്ളത് SYSന്റെ പുതിയ ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളവരമാണ്. അദ്ദേഹവുമായി അല്പസമയം നമുക്ക് സംവദിക്കാം. ഇങ്ങനെ ഈ SYSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉസ്താദ് പ്രതീക്ഷിച്ചതായിരുന്നു? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിലേറെ ആയിപ്പോൾ സമസ്തകാല സുന്നിയോന സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. പിന്നെ അതിനൊന്ന് മാറി മറ്റൊരു മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. പിന്നെ നമ്മളെ ഉസ്താദുമാരുടെയും കൗൺസിലേഴ്സിൻ്റെയും ഒക്കെ ഒരു തീരുമാനം അംഗീകരിക്കുക എന്നുള്ള ആൾക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നതാണ്. പിന്നെ ഇതൊരു വലിയ പ്രസ്ഥാനമാണല്ലോ. ഒരു 3-4 ലക്ഷത്തോളം യുവാക്കൾ സജീവ മെമ്പർമാരായുള്ള ഒരു പ്രസ്ഥാനമാണ്. അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 6000-ലധികം വരുന്ന യൂണിറ്റുകൾ, ഒരു 6 ജില്ലാ കമ്മിറ്റികൾ, 17ഓളം ജില്ലാ കമ്മിറ്റികൾ, 130 സോൺ കമ്മിറ്റികൾ, 600 സർക്കിൾ കമ്മിറ്റികൾ, ഇതെല്ലാമുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പം അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ നേതാക്കളുടെയും പ്രവർത്തകന്മാരെയും ഒക്കെ പിന്തുണ കൊണ്ടാകുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, ഇതിനു മുമ്പും നല്ലൊരു സംഘടനാ സ്ഥാനത്ത് തന്നെ ആയിരുന്നല്ലോ SYSന്റെ ദേവാ സെക്രട്ടറി, അതുപോലുള്ള സ്ഥാനങ്ങളൊക്കെ കുറെ കാലം വഹിച്ചിട്ടുണ്ടല്ലോ. ആ പരിചയം കൂടി ഒരു മുതൽക്കൂട്ടാന്ന് വിചാരിക്കാം. പിന്നെ ഇതിനിടക്ക് SYSന്റെ 17 ജില്ല എന്ന ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് വലിയ ജില്ലകളെ നമ്മൾ രണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കോഴിക്കോട് നോർത്തും സൗത്തും 2 ജില്ലയാണ്. മലപ്പുറം ഈസ്റ്റും വെസ്റ്റും ഉണ്ട്. പിന്നെ നീലഗിരി, തമിഴ്നാട്ടിലെ നീലഗിരി നമ്മളെ കൂടെ ഉള്ളത്. അപ്പം അതിൻ്റെ പുറമെ ലക്ഷദ്വീപും കൂടി ഒരു ജില്ലാ കമ്മിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് 17. പിന്നെ ഇപ്പൊ ഈ SYSന്റെ ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ, അതായത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ, നമ്മൾ പ്രഖ്യാപിത മാറ്റങ്ങളുണ്ട്. അതായത് നേരത്തെ നമ്മളെ പ്രസ്ഥാനത്തിന്റെ ഒരു ബഹുജന ഘടകം എന്ന രീതിയിലായിരുന്നു SYS പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കേരള മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നതോടുകൂടി SYS നമ്മൾ സമ്പൂർണമായി യുവജനവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച് യുവജനങ്ങളുടെ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം കഴിഞ്ഞ 10 വർഷം നടന്നു വന്നത്. ഇനി അതൊന്നുകൂടി സജീവമാക്കി സമ്പൂർണമായും SYSനെ യുവജനവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മുഖ്യ അജണ്ട. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടനയുടെ ഏരിയകൾ ഒന്നുകൂടി വിപുലീകരിക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പിന്നെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറെ കൂടി വിശാലമായൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. കുറേ ഘടകങ്ങളൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ട് പല ഏരിയകളിലായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസം, തൊഴിൽ, കൃഷി, അതുപോലെ സാമൂഹ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടത്, സാംസ്കാരിക വകുപ്പ്, ഇങ്ങനെ തുടങ്ങി സേവന മേഖല, അങ്ങനെ യുവാക്കളുമായിട്ട് ബന്ധപ്പെടുന്ന അവരുടെ ശക്തിയും കഴിവും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ഏരിയകൾ കൂടി സംഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അതിനെ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ലിബറലിസം തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളും, അതുപോലെ നമുക്കറിയാം ഈ മതത്തിൽ തന്നെയുള്ള മറ്റു പല മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയുള്ള വികല വിശ്വാസങ്ങളൊക്കെ നിലവിലുണ്ടല്ലോ. ഇതിനെതിരെ SYS ഏത് കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ രംഗത്തൊക്കെ ഏത് രീതിയിൽ ഉള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഉള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും? അവിടെ ശക്തമായ ബോധവൽക്കരണം തന്നെയാണ് നമുക്കുള്ള വഴി. അതായത് ലിബറലിസം എന്ന് പറയുന്നത് പുതിയ തലമുറയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് തുടങ്ങുന്നത് ശരിക്കും 16-17 നൂറ്റാണ്ടുകളിലാണ് ഈ ലിബറലിസത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത്. അപ്പം അന്ന് പിന്നെ യൂറോപ്പിലുണ്ടായിരുന്ന ചില മത നേതൃത്വങ്ങളുടെയും ചർച്ചുകളുടെയും ഒക്കെ ശാസ്ത്രീയ പുരോഗതിക്ക്
തടസ്സം നിന്നപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൽ നിന്നാണ് ശരിക്കും ഈ ലിബറലിസത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത്. പിന്നീട് പിന്നെ അത് ഒന്നുകൂടി പരിഷ്കരിച്ചു ഈ 19-20 നൂറ്റാണ്ടുകളിൽ. അപ്പൊ അങ്ങനെ അവര് പിന്നെന്ത് പറഞ്ഞാല് മതം എന്നത് മനുഷ്യന്റെ ഒരു സ്വകാര്യ വിഷയമാണ്, പൊതുജീവിതത്തിലൊന്നും ഉണ്ടാവേണ്ട, മതം ഇടപെടേണ്ടതില്ല, അതുപോലെ തന്നെ രാഷ്ട്രത്തിനും അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സ്വതന്ത്ര വാദമായിട്ട് വന്നു. നയങ്ങളും നിയമങ്ങളും ഒന്നും ആവശ്യമില്ല എന്നല്ല. അതിപ്പം കൂടുതലായിട്ട് ഇപ്പൊ അത് നവ ലിബറലിസത്തിലേക്ക് എത്തിയപ്പോ അവര് സമ്പൂർണ്ണ സ്വതന്ത്രരാവണം എന്നുള്ളൊരു ആശയത്തിലുള്ളത്. രാഷ്ട്രോ മതമൊന്നും ഞങ്ങളെ ജീവിതത്തെ പിന്നെ സ്വാധീനിക്കാൻ പാടില്ല. പോലും പറയുന്നല്ലോ പിന്നെ മൈ ബോഡി മൈ ചോയ്സ് പോലൊരു മുദ്രാവാക്യാണത്. എന്റെ ശരീരം എന്റെ താല്പര്യം. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഇന്ത്യൻ BNS പോലും എതിരാകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പ്രകൃതിക്ക് തന്നെ എതിരാണ്. അതായത് പിന്നെ ഞാന് ഇഷ്ടമുള്ളത് തിന്നും, തിന്നാതിരിക്കും, ഉടുക്കാതിരിക്കും. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ആണാവും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പോ പെണ്ണാവും. ഈ ഒരു രീതിയിലേക്ക് പോയിട്ട് മൊത്തം ഒരു അരാജകത്വത്തിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ അതിന്റെ അപകടത്തെക്കുറിച്ച് യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് മുഖ്യമായി ചെയ്യാനുള്ളത്. മതങ്ങളിൽ നിന്നും നമ്മളെ പാരമ്പര്യമായ ജീവിതചര്യകളിൽ നിന്നൊക്കെ മനുഷ്യൻ കുതറിപ്പോയാല് പിന്നെ നമ്മളുടെ എല്ലാ പിന്നെ സദാചാര നിഷ്ഠകളും ജീവിത ചിട്ടകളും ഒക്കെ കുത്തഴിഞ്ഞു പോകും. അരാജകത്വത്തിലേക്കാണത് പോവുക. പിന്നെ ഈ SYSന്റെ പുതിയ പ്രസിഡന്റായ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ ഒരു അഭിമുഖത്തില് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കേട്ടിരുന്നു. അപ്പോ ഉസ്താദ് പറയുന്നത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സമുദായ പാർട്ടി സമുദായത്തിന് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. അതിനോട് ഉസ്താദ് യോജിക്കുന്നുണ്ടോ? ഞാൻ പിന്നെ അഭിമുഖം കേട്ടു. സുദീർഘമായ ഒരു അഭിമുഖമാണത്, 1 മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതുമായിട്ട് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ ഒക്കെ ആ ഒരു ആശയം പറയണ്ട. ആശയം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയല്ലേ, മുസ്ലിം ലീഗ് നേരിട്ട് സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് സംസാരിക്കല്. അത് സംഗതി ശരിയാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ഇപ്പൊ നമ്മുടെ സമസ്തയുടെ നേതൃത്വത്തിൽ സമുദായത്തിന് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. PK വിഭാഗമാണെങ്കിലും ചെയ്യുന്നുണ്ടാവും, മുജാഹിദുകളും ചെയ്യുന്നുണ്ടാവും, MES ചെയ്യുന്നുണ്ടാവും. മുസ്ലിം ലീഗ് ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അവര് ചിലപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, സഹായം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സഹായം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്കൊക്കെ എന്തായാലും സഹായം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ അർത്ഥത്തിൽ സമുദായത്തിന് വേണ്ടി അവർ ചെയ്തു എന്ന് പറയാം. അവർ നേരിട്ട് ചെയ്തിട്ടില്ല എന്ന ആശയമാണ് നമ്മളോടൊക്കെ സംസാരിക്കണം. സ്വാഭാവികമായും ഈ ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗം ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ ഈ മുസ്ലിം സമുദായത്തിന് ചെയ്യുന്നുണ്ടാകും, അങ്ങനെ പലരും ചെയ്യുന്നുണ്ടാകും എന്നപ്പോൾ സ്വാഭാവികമായി ഒരു പാർട്ടിയുടെ മുന്നോട്ട് പോക്കിൽ ഇപ്പൊ എല്ലാ പാർട്ടികളും ചെയ്തിട്ടുണ്ടാവും. അതിലപ്പുറം സമുദായ പാർട്ടി എന്ന അർത്ഥത്തിൽ ഈ സമുദായത്തിന് വേണ്ടി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇതാണല്ലോ ഈ ചർച്ചയുടെ അടിസ്ഥാനം. അല്ല, അത് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിലൊരു പരിമിതി ഉണ്ടാവും. ഇപ്പൊ നമ്മ പറയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളെ യൂണിവേഴ്സിറ്റി വരുന്നതിൽ, നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു സത്യമാണ്. അതിപ്പോ സമുദായത്തിന് വേണ്ടി എന്നുള്ളൊരു സംഭവമല്ല, പൊതുവെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണുള്ളത്. അതേപോലെ കൊച്ചിയിൽ പിന്നെ യൂണിവേഴ്സിറ്റി വരുന്നതിൽ അതേമാതിരി ഇപ്പം നമ്മളെ നാട്ടുകാരനും കൂടിയ IT മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹമാണ് ഏത് കൊണ്ടുവരുന്നത്, പിന്നെ ഈ സംസ്കൃത സർവകലാശാല. അപ്പൊ ആ സമയത്തൊക്കെ വേണമെങ്കിൽ ചെയ്യായിരുന്നു, എന്തോ ഒരു അറബി സർവകലാശാല ഒക്കെ കൊണ്ടുവരാമായിരുന്നു, പറ്റിയ സന്ദർഭം. കാരണം സംസ്കൃതം കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരാം. സംസ്കൃതത്തെക്കാൾ കൂടുതൽ ഇപ്പം അറബ് ലോകത്ത് 30 ലക്ഷം മലയാളികൾ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ. അറബി ഭാഷ പഠിച്ചാൽ വലിയ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ആ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനത്തെ ഒരു സർവകലാശാലക്ക് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് എപ്പോഴും പിന്നെ ഒരു പ്രത്യേക സമുദായത്തിന്റെ പേരുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, പല കണ്ണോടുകൂടി അതിന് കാണും. അപ്പൊ പൊതുവിലുള്ള സേവനങ്ങളും പിന്നെ ആർക്കെങ്കിലുമൊക്കെ കോഴ്സുകൾ അനുവദിച്ചു കൊടുക്കുക, മറ്റുള്ള ഒത്താശകൾ ചെയ്യാന്നുള്ളതിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ലീഗ് എവിടെയും വിദ്യാഭ്യാസ സ്ഥാപനം നേരിട്ട് നടത്തുന്നുണ്ടാവില്ല, സ്കൂൾ നടത്തുന്നുണ്ടാവില്ല, കോളേജ് നടത്തുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം അത് രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടായിരിക്കും അവർ ചെയ്യുക. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദ് സാധാരണ സംസാരിക്കുമ്പോ ഒക്കെ പറയലാണ്, മുസ്ലിം ലീഗ് നേരിട്ട് നടത്തുന്നില്ല എന്നുള്ള വിശദീകരണം കൊടുക്കണം. അതെ, അല്ല ആ ഒരു രീതിയിലായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം, ഈ നബീന പ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിം ലീഗ് ഒരു പ്രത്യേകമായ പരിഗണന നൽകുകയും
ഇവിടെയുള്ള സുന്നി സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും എതിരായി പലപ്പോഴും നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പ്രത്യേകിച്ച് ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഉസ്താദിന് എന്താണ് അഭിപ്രായം? അത് നേരത്തെ ഉള്ളൊരു ആരോപണമാണത്. നമ്മള് പിന്നെ കേവലം ആരോപണമാണെന്നാണോ? അല്ല, ആരോപണം എന്ന് പറഞ്ഞല്ല, നമ്മളുള്ള ഒരു പരാതിയാണ്. നമ്മൾ മുമ്പ് പിന്നെ മുസ്ലിം ലീഗുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങാൻ തന്നെ കാരണം അതാണല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിലും മറ്റുമൊക്കെ മുജാഹിദുകൾ അവരെ മിടുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നേടിയെടുക്കുന്നു എന്ന് പറയാം. അതേ സമയത്ത് നമ്മളുടേത് അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടായപ്പോഴാണ് പ്രതിഷേധങ്ങൾ ഉണ്ടായത്. മുസ്ലിം ലീഗായിട്ട് ഇപ്പം ആശയപരമായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിലനിൽക്കുന്നതിലോ അത് വളരുന്നതിലൊന്നും ഇപ്പം നമുക്ക് അടിസ്ഥാനപരമായിട്ട് വിയോജിപ്പുകളില്ലല്ലോ. ഒരു സംഘശക്തിയാണുള്ളത്. അത് നിലനിൽക്കുന്നതും സമുദായത്തിന് ഉപകാരപ്പെടാണ് നല്ലതെന്ന് തന്നെയാണല്ലോ നമ്മൾ വിചാരിക്കുക. അതേ സമയത്ത് പിന്നെ സുന്നികൾക്ക് വേണ്ട പോലെ ഒരു ഇതാ വിഷയത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയിൽ നിന്നാണ് ലീഗും നമ്മളൊക്കെ തമ്മിൽ ഇടക്കാലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ വഖഫിന്റെ ഒക്കെ തുടക്കത്തിൽ വഖഫ് ബോർഡ് സ്ഥാപിതമാകുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ മുസ്ലിം ലീഗ്, അതായത് ഏകദേശം ആ കാലങ്ങളിലൊക്കെ മുജാഹിദുകൾക്കോ അല്ലെങ്കിൽ ജമാഅത്ത് ഇത്തരത്തിലുള്ള നവീന പ്രസ്ഥാനങ്ങൾക്ക് 1% പോലും വഖഫ് സ്വത്ത് ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. ഇപ്പോഴൊക്കെ എവിടെയെങ്കിലും ഗൾഫ് നാടുകളിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കാലത്ത് തീരെ ഇല്ല എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തില് ഈ വഖഫ് ബോർഡിലെല്ലാം പുത്തൻ പ്രസ്ഥാനക്കാരെ ആയിരുന്നു ലീഗ് എന്ന് പറയുന്ന മുസ്ലിം സമുദായ പാർട്ടി അവിടെ ഉദ്യോഗസ്ഥരായി നിയമിച്ചിരുന്നത്. സുന്നികളെ വെച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ തീർത്തും ഒരു സുന്നി വിരുദ്ധ നീക്കമായിട്ടല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. അതിപ്പോ നമ്മൾ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് 1960 ഇവിടെ കേരളത്തിൽ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് 60 വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പം വഖഫ് ബോർഡിൽ തന്നെ മഹാഭൂരിപക്ഷവും മുജാഹിദുകളായിരുന്നു, അല്ലെങ്കിൽ അവരെ സഹയാത്രികരാണ്. അപ്പം അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ മർഹൂം സയ്യിദ് ബാഫഖി തങ്ങൾ നബറുല്ലാഹു മർക്കദ മഹാനവറുകളുടെ പാണ്ഡികശാലയിൽ ചേർന്നു കോഴിക്കോട്. ആ മീറ്റിംഗിൽ വെച്ചൊരു പ്രമേയം അവതരിപ്പിച്ചത് കാണാം. ആ പ്രമേയത്തിൽ പറയുന്നുണ്ട് ഒരു സുന്നി പണ്ഡിതനെങ്കിലും വഖഫ് ബോർഡിൽ എടുക്കണം എന്ന്. അപ്പം അന്ന് ആരും വഖഫ് ബോർഡിൽ സുന്നികളായിട്ട് എടുത്തിരുന്നില്ല തുടക്കത്തിൽ തന്നെ. അന്നൊക്കെ 100% സുന്നികളുടേതാണ് വഖഫ് സ്വത്ത്. അപ്പൊ അവിടുന്ന് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആനുകൂല്യം ഉപയോഗിച്ചാണ് നമ്മളെ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട പള്ളികൾ വഖഫ് സ്വത്തിൽ, ഇപ്പം വായക്കാട്, പിന്നെ ദാറുൽ ഉലൂം, അങ്ങനെ തുടങ്ങിയതൊക്കെ ആ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ഇവര് മുജാഹിദുകൾ തട്ടിയെടുത്തിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ ഉള്ളൊരു പ്രതിഷേധമാണ് നമുക്ക് ആരോടുണ്ടായിരുന്നത്. അതിനൊക്കെ പിന്നെ മുസ്ലിം ലീഗിനെ അവർ കരുവാക്കിയത് അറിയാതെ, നമുക്കറിയില്ല, മനഃപൂർവ്വമോ അല്ലാതെയോ മുസ്ലിം ലീഗിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ സ്വാധീനം ഉപയോഗിച്ച് മുജാഹിദുകൾ എന്ത് ചെയ്തു, ഈ രീതിയിൽ വഖഫ് സ്വത്തുകളൊക്കെ തട്ടിയെടുത്തതിലുള്ള ഒരു വിയോജിപ്പാണ് നമ്മളന്ന് പ്രകടിപ്പിച്ചത്. അത് പറഞ്ഞെടുത്ത് ചെറിയൊരു ഒന്നുകൂടി ഒരു വിശദീകരണം ആവശ്യമാണ് തോന്നുന്നു. അതായത് അന്ന് മുജാഹിദുകൾ സ്വാധീനം ചെലുത്തായിരുന്നു, അതിന് അത്രമാത്രം അന്ന് മുജാഹിദുകൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു പാർട്ടിയായിട്ട് നിലവിൽ അന്ന് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു തണലിൽ നിൽക്കുന്ന ഒരു ചെറിയ സംഘമായിട്ടാണ്. അത് അങ്ങനെയല്ല. അന്ന് പിന്നെ മുസ്ലിം ലീഗിന്റെ ആദ്യഘട്ടത്തിൽ ഇപ്പൊ കേരളം മലബാറിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് KM മൗലവി പ്രസിഡന്റും CD സാഹിബ് സെക്രട്ടറി ആയിട്ടാണ് ആദ്യം രൂപീകരിച്ചത്. അത് വേണ്ട പോലെ ക്ലച്ച് പിടിക്കാത്ത സമയത്താണ് കേരളത്തിലുള്ള സുന്നികൾ കൂടി അതിലേക്ക് കടന്നു വരണമെങ്കിൽ സയ്യിദന്മാരെ തലപ്പത്ത് കൊണ്ടുവരണം എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവറുകളെ പ്രസിഡന്റ് ആക്കുന്നത്. അത് KM മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അബ്ദുൽ കരീം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം തങ്ങൾ വന്നതോടുകൂടെയാണ് ഇതെന്താകുന്നത്, സജീവമാകുന്നത്. പക്ഷെ അപ്പോഴും താക്കോൽ സ്ഥാനത്ത് ആരുണ്ട്? മുസ്ലിം ലീഗിന്റെ താക്കോൽ സ്ഥാനത്ത് മുജാഹിദ് തലച്ചോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അണികൾ കൂടുതലില്ലെങ്കിലും തലപ്പത്തുള്ള ആളുകളാണ് ഈ ആസൂത്രണം നടത്തുന്നത്. പിന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളം, ലോകത്തൊക്കെയുള്ള ഒരു പ്രതിസന്ധിയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഈ ലഹരി വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ യുവാക്കളെ വല്ലാതെ പിടികൂടിയ ഒരു വലിയൊരു വിപത്തായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെതിരെ ഇപ്പോ ഈ ഒരു സംഘടനാ കാലയളവിൽ ഉസ്താദ് ഏത് രൂപത്തിലാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നീക്കങ്ങളാണ് അതിനെതിരെ
സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നത്? ലഹരി ഒരു വലിയ വിപത്ത് തന്നെയാണ്. ലഹരി പലതരത്തിലുള്ള ലഹരി ഉണ്ട്. അപ്പം അതിലൊന്ന് മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന ലഹരിയാണ്. അതാണ് ഇപ്പോൾ ഈ മദ്യം, ഡ്രഗ്സ് പോലത്തെ സംഗതികൾ. രണ്ടാമത്തത് ആനന്ദ ലഹരി ഉണ്ട്. അതിൽ പെട്ടതാണ് ഇപ്പം നമ്മളെ ഈ ഗെയിമുകൾ, അതുപോലെ ഈ അശ്ലീല വീഡിയോകൾ, ഇതിൽ അഭിരമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ വിശ്വാസപരമായ ചില ലഹരികളുണ്ട്. അതിൽപ്പെട്ടതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ എന്താ ലിബറലിസം, അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയ ചിന്തകളൊക്കെ. ഇങ്ങനെ പലതരത്തിലുള്ള ലഹരികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ ഏറ്റവും അപകടകരമായതാണ് ഈ ബുദ്ധി നശിപ്പിക്കുന്ന ലഹരി. ഇപ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനവ വിഭവശേഷിയാണ്. മാനവ വിഭവശേഷി എന്ന് പറഞ്ഞാൽ തന്നെ യുവാക്കളാണല്ലോ പ്രധാനമായിട്ടുള്ളത്. ആ യുവാക്കള് കാലുറക്കാതെ സ്വബോധമില്ലാതെ നടന്നാൽ അത് രാജ്യത്തിന് വലിയ നഷ്ടമാണ്. അപ്പൊ ഒരു യുവജന സംഘം എന്ന നിലക്ക് സുനിയോജന സംഘത്തിന്റെ വലിയ ഒരു ശ്രദ്ധ പതിയേണ്ട ഒരു ഏരിയയാണ് ലഹരിക്കെതിരെയുള്ള. അതിനിപ്പോ നമ്മളെ ഗവൺമെന്റ് ആ രംഗത്ത് നല്ല ഒരു മുന്നേറ്റം നടത്തണം എന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗ് ഞാനും പങ്കെടുത്തിരുന്നു, മുഖ്യമന്ത്രി വിളിച്ച മീറ്റിങ്ങിൽ. അപ്പം വളരെ വ്യാപകമായിട്ടാണ് ലഹരി ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രതികരിക്കേണ്ടി വരും. ഒന്ന്, ബോധവൽക്കരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇവരെ ചേർത്ത് പിടിച്ച് വ്യക്തിഗത സംസാരം അവരോട് നടത്തണം. നമ്മളിങ്ങനെ പൊതുവായിട്ട് പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. വ്യക്തികളെ പിടിച്ച് നേരിട്ട് ഉപദേശിക്കണം. അതിലും കിട്ടാത്ത രീതിയിൽ അഡിക്റ്റായി പോയ ആളുകളാണെങ്കിൽ അവരെ അതിന്റെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി, റീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി മാസങ്ങൾ താമസിപ്പിച്ച് വിമോചിപ്പിച്ചെടുക്കണം. എന്നാൽ മയക്കുമരുന്നാണെങ്കിൽ അത്ര പെട്ടെന്ന് വിമോചിച്ച് എടുക്കാനും പറ്റൂല. അപ്പൊ അത് വരുന്ന വഴികളെ തടയാന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും. ഉദാഹരണത്തിന് പല കുട്ടികളും മദ്യപാനവും ലഹരിയൊക്കെ തുടങ്ങുന്നത് ഈ ടൂറുകളിലൂടെയാണ്. അതിൽ കലാലയങ്ങളിൽ നിന്നും ക്യാമ്പസിൽ നിന്നും ടൂറ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരം രക്ഷിതാക്കളോടുകൂടെ ടൂറ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. കുടുംബം ഒരു ലഹരിയായിട്ട് മാറണം. ഇപ്പൊ ഈ കുടുംബത്തിൽ പരസ്പരം കൂട്ടിച്ചേരലില്ല, സംസാരമില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണില്ല, കുടുംബത്തിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലും ചീത്ത പറയലും മാത്രമാകുമ്പോൾ കുട്ടികൾ അവർക്ക് ജീവിതം എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെയാണ്. പുസ്തകം പറയുമ്പോൾ ഒരു ഭാഗം ഓർമ്മയിൽ വരുന്നത്, അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകള് സ്വാഭാവികമായിട്ടും കുടുംബത്തിന് അകന്നുകൊണ്ടേ ഇരിക്കുന്ന രീതിയാണ്. കുടുംബത്തോട് ചേർന്നിരിക്കുന്ന ആളുകളിൽ ലഹരി ഉണ്ടാവില്ല. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്ന രീതി. ഇപ്പോ കേരള സർക്കാർ സ്കൂളുകളിലൊക്കെ സൂംബ എന്ന് പറഞ്ഞ് അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു പുതിയ നൃത്തം, ഇത് ലഹരിയെ കുട്ടികളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. താങ്കൾക്ക് അതിനോട് യോജിപ്പുണ്ടോ? ഈ ലഹരിക്കെതിരെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളിൽ കുറെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ശക്തമായ ബോധവൽക്കരണം നടത്തും എന്നൊരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് ഇതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കണം ഒരു രീതിയുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് വന്ന നിർദ്ദേശം കാണുന്നത്, നമ്മളെ IT പാർക്കുകളിൽ മദ്യഷോപ്പ് അനുവദിച്ചു എന്നുള്ള. ഈ IT പാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണർന്നിക്കേണ്ട ഒരു കേന്ദ്രമാണല്ലോ. അവിടെ എന്തിനാ കൊണ്ടുപോയിട്ട് ബുദ്ധി നശിപ്പിക്കുന്ന മദ്യം വിളമ്പുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം വ്യാപകമായി ഏത് സ്ഥലത്ത് ചെന്നാലും മദ്യം കിട്ടാവുന്ന രീതിയിലേക്ക് അതിനെ വ്യാപകമാക്കി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മദ്യത്തിനെതിരെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യാന്ന് പറയുമ്പോൾ കച്ചവടം അല്ലെ സാമ്പത്തികമാണ് ഉദ്ദേശിക്കണമെങ്കിൽ മദ്യത്തിലേറെ ലാഭം MDMA ലഹരികളിലായിരിക്കും. പക്ഷെ കൂടുതൽ ഉസ്താദ് പറഞ്ഞ പോലെ വിപത്തുകളെ ആണല്ലോ അത് ഒരു വൈരുദ്ധ്യമായി തോന്നുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പം ഈ നൃത്തം പറഞ്ഞല്ലോ, സൂംബ നൃത്തം. അത് ഏറെ തമാശ തോന്നുന്നത്, അധ്യാപകന്മാർ ഇപ്പൊ 10ാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികളാണ് പറയണത്. അധ്യാപകന്മാർ കുട്ടികളെ കൂടെ കൂടിയിട്ട് നൃത്തം വെക്കുക, ക്ലാസ് തുടങ്ങുന്നതിന്റെ ഇടയിലും തുടക്കത്തിലും ഇടയിലും ഒക്കെ. ഈ നമ്മൾ ഓരോരുത്തർക്കും ഒരു സ്ഥാനമുണ്ട്. കുട്ടികളൊക്കെ നമ്മൾ ഒരാളെ അനുസരിച്ചും അച്ചടക്കത്തോടെ ജീവിക്കുന്നതും അവരുടെ ഒരു പരിധിയിൽ നിൽക്കുമ്പോഴാണല്ലോ. ഇപ്പം ഇപ്പോ SIയോട്, അതുപോലെ തന്നെ ഒരു ജഡ്ജിയോട്, ഇവരോടൊക്കെ നമുക്കൊരു ആദരവുണ്ടാകാൻ അവരുടെ ഒരു സ്ഥാനത്ത് അവർ നിൽക്കണ്ടേ. ഇതുപോലെ കുട്ടികളെ നേർവേൽക്ക് നടത്തേണ്ട അധ്യാപകന്മാർ ഓലെ കൂടെ കൂടിയിട്ട് തുള്ളിച്ചാടാൻ നിന്നാല്
അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഈ വിദ്യാർത്ഥി അധ്യാപകർ തമ്മിലുള്ള ശരിക്കുള്ള ഒരു ബന്ധമല്ല വരിക, ഗുരു ശിഷ്യ ബന്ധമല്ല വരിക. അത് മറ്റൊരു തമാശയായിട്ടാ മാറാം. സൗഹൃദ ബന്ധം പോലെ. മുമ്പ് പിന്നെ എന്താ കൊറോണ ഇറങ്ങിയപ്പം പാത്രത്തിന് കൊട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലേ, അതിന് സമാനമായുള്ള ഒരു തമാശയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഉള്ള അച്ചടക്കവും കൂടെ നഷ്ടപ്പെടുകയും ഇത് മറ്റൊരു ആനന്ദ ലഹരി. എല്ലാ ലഹരി ഇങ്ങനെ തന്നെയാണ്. ഈ ആടിപ്പാടി നടക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിന് എരു പകരാനാണ് സാധാരണ ഈ ലഹരിയൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഉള്ള അച്ചടക്കവും കൂടെ നഷ്ടപ്പെട്ട് അധ്യാപകന്മാർക്ക് കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വില പോയി, പിന്നെ തീരെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് വരാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിലവില് ഒരു വലിയൊരു പ്രശ്നം നമ്മൾ നേരിടുന്നത് ഭീകരവാദമാണെന്ന് പറയാം. ഇപ്പൊ ഇന്ത്യ ഈ ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ ഒരു നീക്കത്തിലാണ്. പാകിസ്ഥാനുമായിട്ട് ഇപ്പൊ ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണുള്ളത്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ ഇത്തരത്തിലുള്ള ഭീകരതക്കെതിരെയുള്ള ഈ പ്രവർത്തനങ്ങളോട് ഉസ്താദ് എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ കുറേയേറെ കാലമായി നേരിടുന്ന ഒന്നാണ് ഈ തീവ്രവാദ ഭീകരവാദ ഭീഷണി എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗത്തും പല ഭാഗങ്ങളിലും അതുണ്ട്. പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ അവര് ആഭ്യന്തരമായി വളരെ ശിഥിലീകരിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ ഏകദേശം 45% ഭൂമി വരും. ആ ഏരിയയിൽ പ്രത്യേക ഒരു ആർമി ഉണ്ടാക്കിയിട്ട് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഭാഗത്ത്. പിന്നെ സിന്ധിലും അതുപോലെ തന്നെ മറ്റുള്ള പല ഏരിയകളിലും അവിടെ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവര് ഇന്ത്യയിലേക്ക് ഇതുപോലത്തെ വിക്രസ് ഉണ്ടാക്കാൻ വരുന്ന എന്തിനാണ്? അവരൊരു സംഘടന ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരസലുണ്ടായാൽ അവരുടെ ആഭ്യന്തരമായ ഈ ബഹളങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഒരു ദേശീയ ബോധത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ശൈഥില്യത്തിൽ നിന്ന് ഒരു ഏകീകരണം സാധിക്കും. അതാണോ അവരുടെ ഈ പിന്നെ ഭീകരവാദികൾ ഇറക്കിയിട്ടുള്ള ഇത്തരം ആക്രമണത്തിന്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ സംശയിക്കുകയാണ്. ഇപ്പൊ സ്വാഭാവികമായും ഇപ്പൊ ഇന്ത്യ എടുത്ത നിലപാട് സിവിലിയന്മാരെ ഒന്നും ചെയ്യാതെ ഈ ഭീകരന്മാരെ തെരഞ്ഞുപിടിച്ച് അവരെ 9 കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തിയത് ഒരു അഭിമാനകരമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് തുടരാതിരിക്കണം എന്നാണ് നമ്മളെ മനസ്സായത്. ഒരു യുദ്ധത്തിലേക്ക് പോകരുത്. പക്ഷെ ഇന്ത്യയും ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ പ്രതികരിച്ചത്. ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി നിശ്ചിത കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ള രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് യുദ്ധം കൊണ്ട് ആരും ജയിക്കൂല, അവസാനിക്കൂല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഗസയില് എത്ര കാലം എല്ലാ ശക്തിയുള്ള ഇസ്രയേല് ഇത്രയും ആക്രമണം നടത്തിയിട്ടും ഒരു ലക്ഷ്യം നേടുന്നില്ലല്ലോ. യുദ്ധം കൊണ്ട് ലക്ഷ്യം നേടുന്നത് ജയിക്കുന്നില്ല. പിന്നെ ലോകത്തെ 2ാം ശക്തി എന്നോ 1ാം ശക്തി എന്നോ പറയുന്ന ഏഷ്യയിലെ 1ാം ശക്തിയാണെങ്കിൽ തർക്കമില്ലാത്ത റഷ്യ, ആ റഷ്യയിൽ നിന്ന് മുമ്പ് പിരിഞ്ഞുപോയ യുക്രൈൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തെ എതിരെ ഒരു വർഷത്തിലേറെ കാലമായി യുദ്ധം ചെയ്യണം. ഇതുവരെ എന്തായിട്ടില്ല, ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം പാകിസ്ഥാനും ഇന്ത്യ ഒക്കെ അണ്വായുധം കയ്യിലുള്ളവരാണ്. ഇത് തമ്മിൽ യുദ്ധം ഉണ്ടായാൽ അത് ലോകത്തിന് തന്നെ വലിയ നഷ്ടം ഉണ്ടാവും. അപ്പൊ ആ യുദ്ധം എന്തായാലും നടക്കാതെ ഇതിൽ അവസാനിച്ച് കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കാണ്. പിന്നെ ഒരു പ്രത്യാക്രമണം എന്ന് പറയുന്ന ഒരു അവിവേകത്തിലേക്ക് പാകിസ്ഥാൻ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കാണ്. ഈ യുദ്ധങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം ഇന്ന് ലോകത്ത് കാണുന്നത്, ഏത് രാഷ്ട്രങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഏത് രാഷ്ട്രങ്ങൾക്കും പിന്നീട് ആളുകളുണ്ട്. ഇങ്ങനെ അപ്പോൾ 2 കക്ഷികളും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്നതാണ് പലപ്പോഴും യുദ്ധം അവസാനിക്കാതെ തുടരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതെന്താന്ന് വെച്ചാല് ഇവിടെ വ്യവസായങ്ങൾ പലതുണ്ട്. അതിൽ ആയുധം വ്യവസായമാക്കിയ കുറെ രാജ്യങ്ങളുണ്ട്. ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള മിക്ക രാജ്യങ്ങളുടെയും പ്രധാന വ്യവസായം എന്താണ്? ആയുധങ്ങളാണ്. ആയുധങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് വിറ്റുപോകണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം. രണ്ടായാലും യുദ്ധം വേണം, അല്ലെ? വിറ്റ് പോകണമെങ്കിൽ എന്ത് വേണം? യുദ്ധ സാഹചര്യം വേണം. അപ്പോഴേ അതിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം. ഉപയോഗിച്ചാലും വിറ്റാലും ലോകത്ത് എന്താ ഉണ്ടാകുക? സംഘർഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ എവിടെ യുദ്ധത്തിന് സാഹചര്യം ഉണ്ടോ അവിടെ ഉള്ളിലൂടെ ആര് വരും? ആയുധങ്ങൾ വിൽപ്പന നടത്തുന്ന രാജ്യങ്ങൾ വരും. ഓല് 2 കൂട്ടർക്കുള്ളിലൂടെ എന്ത് ചെയ്യും? നിങ്ങൾ അടിച്ചോളി, ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് പറയും. ആയുധം തരാതെ അവർക്കും ബുക്കും ഇവർക്കും ബുക്കും, അങ്ങനെ ഒരു തടിച്ചു വീഴും. മാത്രമല്ല, ഏതെങ്കിലും ശക്തികൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവര് ഉയർന്നു വരുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പുതിയ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത്
സുന്നികളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. ഈ ഒരു സുന്നികളുടെ കൂട്ടായ ഈ ഒരു ഒരുമിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയെ കുറിച്ച് ഉസ്താദിന്റെ അഭിപ്രായം? നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച, കുറെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിലും കർമ്മത്തിലും ഈ 4 സംഘടനകൾക്കും അടിസ്ഥാനപരമായി വിയോജിപ്പുകളില്ല. ഒറ്റപ്പെട്ട മസാല തർക്കങ്ങളുടെ അതൊരു വിഷയമല്ലല്ലോ. പിന്നെ നമ്മൾ പല നയപരമായ കാരണങ്ങളാലാണ് സംഘടനകളായി മാറിയത്. അപ്പൊ അവർക്ക് ഒരേ ആശയത്തിലും ആദർശത്തിലുള്ളവർക്ക് യോജിക്കാവുന്ന ഒരുപാട് മേഖല ഉണ്ട്. അപ്പൊ ആ മേഖലയിൽ യോജിച്ച് പ്രവർത്തിക്കാമെന്നത് ഒരു നല്ല കാര്യമാണല്ലോ. അപ്പൊ ഇതിന്റെ മുമ്പ് നമ്മൾ കോഴിക്കോട്ട് കഴിഞ്ഞ റമദാനില് പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് ശേഖരിച്ച് ഒരു പാർട്ടി ഫണ്ട് പോലെ ഉപയോഗിക്കുന്ന സംഭവം വ്യാപകമായപ്പം ഇതേമാതിരി 4 സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു സെമിനാർ നടത്തിയിരുന്നു. അപ്പൊ അതിനെ മാതൃകയാക്കിയിട്ടാണ് ഇപ്പം എറണാകുളത്ത് ഈ സമ്മേളനം നടന്നിട്ടുള്ളത്. അത് വളരെ നല്ല ഒന്നായിട്ടാണ് തോന്നുന്നത്. അതിന് തുടർച്ച ഉണ്ടാവണമെന്നല്ല എന്നാ തോന്നുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു യുവജന പ്രസ്ഥാനമാണ് SYS. അതിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ ഉസ്താദ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സുന്നി ഐക്യത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സുന്നി ഐക്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് പിന്നെ ഇതുപോലുള്ള പരിപാടികൾ തന്നെയാണ്. അല്ലാതെ ഇപ്പം നമ്മൾ സുന്നി ഐക്യം എന്ന് പറഞ്ഞാല് സുന്നികൾ തമ്മിൽ ആശയപരമായ ഐക്യമാണല്ലോ ഉള്ളത്. ഇപ്പൊ നിലവിൽ ഐക്യം ഉണ്ടല്ലോ, നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല. ഇതുപോലെ കൂടിയിരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ ആശയവിനിമയം നടത്തുക, പരസ്പരം ചളിവാരി എറിയുന്ന സാഹചര്യം ഒഴിവാക്കിയെടുക്കുക. ഇതാണ് നമ്മൾ. അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ അടക്കം എല്ലാവരെയും എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലും ഇടപെടലുകളിലും ഒക്കെ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ഒരു ചെറിയൊരു മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് സുന്നി സംഘടനകളുണ്ട്. പ്രബലമായി ഏകദേശം 4 സംഘടനകൾ ഇവിടെ സുന്നികളുടേതായിട്ടുണ്ട്. അപ്പൊ ഈ സുന്നികളുടെയൊക്കെ സംഘടനകളൊക്കെ അതേപോലെ നിലനിൽക്കുന്നതോടൊപ്പം എല്ലാ സംഘടനകളിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾ ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാവുകയും പൊതുവെ വരുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പൊതുവെ വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഒന്നായി ചേർന്നുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുക, ഇങ്ങനെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടായാൽ അത് വലിയൊരു കേരളത്തിലെ പ്രത്യേകിച്ച് സമുദായത്തിന് വലിയൊരു ഗുണകരമാവുകയില്ല. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞത് നമ്മളെ നേതൃത്വം തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. ഇതുപോലത്തെ കുറച്ച് പരിപാടികൾ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിലേക്ക് സ്വാഭാവികമായിട്ട് എത്തും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. കൂടിയിരിക്കാൻ പറ്റിയിടത്തൊക്കെ എല്ലാവരും കൂടിയിരിക്കുക. അതിങ്ങനെ പ്രയോഗവൽക്കരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അകൽച്ച കുറഞ്ഞ് ഒന്നിക്കാനുള്ള സൗകര്യങ്ങൾ വരും. പിന്നെ സംഘടനകളെല്ലാം കൂടിയും ഒരു സംഘടന ആക്കിയാൽ നമുക്ക് ഇത്ര പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റൂല. അപ്പൊ ഇത്രയും പ്രവർത്തനം എല്ലാവർക്കും സേവനം ചെയ്യാൻ പറ്റും. എന്നാൽ പരസ്പരം കൂടി ഏറ്റുമുട്ടുകയും ചെയ്യേണ്ട. അപ്പൊ സംഘടനകൾക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഈ ഒരു അവസ്ഥ അത് സ്വാഭാവികമായിട്ടും സംഘടന എണ്ണം കൂടുന്നത് കൊണ്ട് ഇവിടെ നേട്ടം കൂടുകയുള്ളൂ. അപ്പോ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ സുന്നി പ്രസ്ഥാനം. നമ്മുടെ സമസ്തക്ക് കീഴിൽ തന്നെ കുറെ സംഘടനകൾ ഉണ്ടല്ലോ. അതൊക്കെ ഈ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണല്ലോ അതിന്റെ പിന്നിലുള്ളത്. സംഘടനകൾ ഉണ്ടാവുന്നത് ഒരു നിലക്ക് ഗുണം തന്നെയാണ്. എങ്കിലും ഒരു പൊതുവെ ഉള്ള ഒരു ഐക്യം ഉണ്ടാകും, അത്ര പറ്റും. അതേസമയം ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ SYS ഇപ്പോ എന്തെങ്കിലും പ്രതിഷേധ പരിപാടികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വല്ല നീക്കങ്ങളോ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രതിഷേധം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളിപ്പോ ഒരു മതസംഘടനയാണല്ലേ. SYS എന്ന് പറഞ്ഞാൽ ഒരു മത സംഘടനയാണ്, മതാദർശത്തില്. അപ്പൊ പ്രതിഷേധം, സമരം എന്നൊക്കെ പറയുന്നത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ നടത്തും, അതുകൊണ്ട് ഫലം ഉണ്ടെങ്കിൽ. അതേസമയം ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതുപോലെ മന്ത്രിമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഇനി നിയമപരമായി ചെയ്യേണ്ടിടത്താണെങ്കിൽ അങ്ങനെ ഇടപെട്ട് നടത്തേണ്ടതുണ്ട്. അങ്ങനെ പറയും. ചിലർക്കൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരക്കാർ എല്ലാത്തിനും എന്ത് ചെയ്യും, ചാടി വീണിട്ട് കൂടുതൽ അതിന്റെ അപകടങ്ങളൊന്നും മനസ്സിലാക്കാതെ ഉള്ള സമര രീതി ഉണ്ടാവും. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എയർപോർട്ടിൽ സമരം നടത്തി.
സമരം നടത്തിയത് എങ്ങനെയാണ്? എയർപോർട്ടിലേക്കുള്ള വാഹനങ്ങളെ തടഞ്ഞുകൊണ്ടാണ്. അത് ഒരു മതസംഘടനക്ക് ചെയ്യാൻ പറ്റിയ ഇതല്ല, നമ്മളെ കാഴ്ചപ്പാടനുസരിച്ച് തെറ്റാണ്. വഴി തടയാൻ മാത്രമല്ല, വിദേശ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ട ആളുകളുടെ ഫോട്ടോയും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. അപ്പം അങ്ങനത്തെ സമരങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല. SYS കാര്യങ്ങളെ ബന്ധപ്പെട്ടവരുമായിട്ട് ബോധ്യപ്പെടുത്തും. പിന്നെ അല്ലാത്ത രീതിയിൽ ചെയ്യേണ്ടത് ഇപ്പം നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിച്ച ഒന്ന്, ഈ വരുന്ന 11-ാം തീയതി മലപ്പുറത്ത് വാര്യംകുന്നൻ ഹാളിൽ വിപുലമായ ഒരു ജനാധിപത്യ സംരക്ഷണ സമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വഖഫ്, മതം, രാഷ്ട്രീയം, ജനാധിപത്യ സംരക്ഷണ സമ്മേളനം എന്നതാണ്. അതിൽ 3 ഭാഗങ്ങളാണ്. ഒന്ന്, എന്താണ് വഖഫ്? വഖഫ് ഒരു കിരാതമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. വഖഫ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ എന്താണ്, അതെന്താണ് സമൂഹത്തിന് നൽകുന്നത്, അതിൻ്റെ സാമൂഹികമായ സേവനങ്ങൾ, വഖഫിലൂടെ ലോകത്തുണ്ടായിട്ടുള്ള ഗുണങ്ങൾ, നേട്ടങ്ങളുണ്ട്. വലിയ യൂണിവേഴ്സിറ്റികൾ വരെ വഖഫിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പം വലിയ സേവനങ്ങളുണ്ട് അതിലൂടെ. രണ്ടാമത്തത് വഖഫിൻ്റെ ആക്ട്, ഇപ്പം കൊണ്ടുവന്ന ആക്ട് എന്താണ്? അതോടൊപ്പം ഈ ആളുകൾക്ക് കിണർ ഇങ്ങനെയുള്ള അതായത് സേവനങ്ങൾ ഒരുപാടുണ്ട്, അത് വിശദീകരിക്കപ്പെടും. രണ്ടാമത്തെ കാര്യം ഇതാണ്, വഖഫ് ആക്ട് എന്താണ്, അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, ഇത് ആക്ട് വെച്ചിട്ടുള്ള ഒരു പഠനമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം, വഖഫ് ബില്ലിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഈ 3 കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ മഹല്ല് നേതൃത്വം അടക്കം പങ്കെടുക്കുന്ന വിപുലമായ ഒരു സമ്മേളനമാണ് 11-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടത്താൻ പോകുന്നത്. അപ്പൊ അതിലൂടെ ക്രിയാത്മകമായ ഒരു ഇടപെടലാണ്, വെറും റോട്ടിലിറങ്ങിയിട്ടുള്ള ഒരു കവാത്ത് എന്നതിലല്ല SYS ഊന്നൽ നൽകുന്നത്. അത് ആവശ്യമുണ്ടാകുമ്പോൾ അങ്ങനത്തെ സമരങ്ങളിലും പോകും. പിന്നെ നമ്മളിപ്പോൾ അത് കോടതിയുടെ ഇതിലാണെന്നുള്ളത്. അപ്പൊ അതിലൊരു ശുഭപ്രതീക്ഷ ഉണ്ട്, അത് നന്നായി വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളുമാണ് ഈ അഭിമുഖത്തിൽ ഉസ്താദ് സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സംഘടനാ വർഷങ്ങളിൽ വരുന്ന ഉസ്താദിന്റെ ഈ നേതൃത്വത്തിലുള്ള ഈ കാര്യങ്ങളിൽ നല്ല രൂപത്തിലുള്ള ഒരു വിജയകരമായ പ്രവർത്തനത്തിന് അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു.